തമിഴകത്തെ വിജയ് നയിക്കും. മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 9 മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 13 മുമ്പ് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും ഗവർണർ കർശന നിർദ്ദേശം നൽകി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும். സത്യപ്രതിജ്ഞാവേദിയിൽ വന്ദേ മാതരവും ദേശീയ ഗാനവും തമിഴ് തായ് വാഴ്ത്തും ആലപിച്ചത് വ്യത്യസ്ത അനുഭവമായി. നീരാറും കടലൊടുത്ത നിലമടന്தை കെഴിലൊഴുകും സീരാറും വദനമെന തികൾ ഭരത കണ്ടമിതിൽ തെക്കണമും അതിർചിരந்த ദ്രാവിഡനൽ തിരുനാടും തക്ക സിறு പിറൈ നുതലും തരിതനരും തിലകമുമേ. 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ടി.കെ. പ്രഭു എന്നും ഞാൻ கீர்த்தனா என்னும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின் பால் മന്ത്രിമാരെ വകുപ്പുകളും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൊതുഭരണവും ആഭ്യന്തര വകുപ്പും നിയന്ത്രിക്കും. കെ.എ. സെങ്കോട്ടയ്യൻ പൊതുമരാമത്ത്, എൻ ആനന്ദ് മുനിസിപ്പൽ ഭരണം, CTR നിർമ്മൽകുമാർ വൈദ്യുതി, ആധവ് അർജുന കായികം, രാജ്മോഹൻ ദ്രാവിഡക്ഷേമം, അരുൺ രാജ് രജിസ്ട്രേഷൻ, കൊമേഴ്ഷ്യൽ ടാക്സ്, വെങ്കട് രമണൻ വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. മെയ് 13 മുമ്പ് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ വിജയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 234 അംഗ നിയമസഭയിൽ 120 അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ വിജയ്ക്ക് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.